ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ഷാമയെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് രോഹിത്തിനോട് പറയണേ, നീ ഇവിടെ ഒരു കുടുംബമായിട്ട് കഴിയുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരുടെ നോട്ടം നിന്റെ നേർക്ക് വരില്ല. അതിനെ ഷാമയും പപ്പിയും ഇവിടെ നിന്നേ പറ്റൂ. അത് അവർക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് പോണെങ്കിൽ അവരിവിടെ വേണം. ചെല്ലേ, എന്നിട്ട് അവളെ പോയി തടയി. എന്നിട്ട് ഹോസ്പിറ്റലിലോ അമ്പലത്തിലോ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോ. രോഹിതനാണെങ്കിൽ ഇതിനൊരു താല്പര്യമില്ല. ചെല്ലേ, പോയി തടയി എന്ന് പറഞ്ഞയക്കണേ. ഒരു താല്പര്യമില്ലാതെ ചേ എന്ന് പറഞ്ഞാണ് രോഹിത് അകത്തേക്ക് പോകുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിതനെ ബോസ് വിളിച്ചിട്ട് പറയും, അതെ, ശാലിനി കമലനെ ജാമ്യത്തിലിറക്കി. സുസ്മിത ഇത് കേൾക്കുമ്പോ ഞെട്ടുന്നുണ്ട്. ഓഹോ, അവളിപ്പം നമുക്കെതിരെ പണി തുടങ്ങി കഴിഞ്ഞു. ഇനി സൂക്ഷിക്കണം, ഒരിക്കൽ ചവിട്ടേറ്റ നരകം കാണിക്കാൻ ശ്രമിക്കും. ഇനി അങ്ങോട്ട് നന്നായി അറിഞ്ഞു തന്നെ നീങ്ങണം. ബോസ് എന്ന് മൂളാണ്. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി ബാമയും രാഘവൻ നായരും താമസിക്കുന്ന വാടക വീട്ടിലാണ്. പൊന്നിയോടൊക്കെ ക്ലീൻ ചെയ്യണേ. ശാന്തേച്ചി ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ ഷോപ്പറിലാക്കണേ. ബാമ വന്ന് ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് പറയാ. ശാന്തേച്ചി പറയും, അതൊക്കെ ഞാൻ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് സത്യമേ. അപ്പോഴേക്കും ബാമയെന്ന് വിളിച്ച് രാഘവേട്ടനും അങ്ങോട്ട് വരികയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തു തരേണ്ടതായിട്ടുണ്ടോ? ചുമ്മാ എന്നിട്ട് വല്ലാത്തൊരു ബോറടി. അത് മാറ്റാൻ ഒരു വഴിയുണ്ട്. പൊന്നി കുറച്ച് ചിപ്സ് എടുത്ത് രാഘവേട്ടന് കൊടുക്കേ, അത് കഴിച്ചിരിക്കട്ടെ. രാഘവേട്ടൻ ഹോ വേണ്ട, പിന്നെ ചെറിയ കുട്ടിയല്ലേ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ. അത് കേൾക്കുമ്പോ എല്ലാരും ചിരിക്കും. ശാന്തേച്ചി പറയും, എങ്കിലും ഞങ്ങൾ ഇറങ്ങട്ടെ സത്യമേ എന്ന് പറഞ്ഞതിന് ശേഷം അവരവിടെ നിന്ന് ഇറങ്ങാൻ നേരം ബാമോർ നിക്ക്, ഇതാ കഴിഞ്ഞ ആഴ്ചയിലെ കൂടെ പൈസ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ ശാന്തേച്ചിയുടെയും പൊന്നിയുടെയും കയ്യിലേക്ക് കൊടുക്കുമ്പോ അവരത് വാങ്ങിച്ചു പോവുകയാണ്. ബാമറിയും ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ടാ എനിക്ക് ഇതെങ്ങനെ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നത്. ഒരു മകനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ആവശ്യ സമയത്ത് ഉപകരിക്കണ്ടേ. അതെങ്ങനെയാ കേസും കൂട്ടും കഴിഞ്ഞ് അവൻ അമ്മയും അച്ഛനെയും സഹായിക്കാൻ സമയം കിട്ടുന്നില്ലല്ലോ. രാഘവേട്ടൻ പറയും, അവൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സഹായിക്കാൻ നിന്നപ്പോ നീ സമ്മതിച്ചിരുന്നില്ലല്ലോ. അവന്റെ ഒരു സഹായവും വേണ്ടെന്നല്ലേ പറഞ്ഞത്. ബാമറി തള്ളമാരായാലും അങ്ങനെയൊക്കെ പറയും, അതൊക്കെ അവരുടെ ഉള്ളിലുള്ള ഒരു വിഷമം കൊണ്ടാണ്. ഇതേസമയം ശാന്തേച്ചിയും പൊന്നിയും അവിടുന്ന് പോയി കഴിഞ്ഞു. അപ്പൊ അങ്ങോട്ട് രാഘവൻ സാറേ എന്ന് വിളിച്ച് സുബൈർക്ക് വരികയാണ്. സുബൈറിന്റെ ശബ്ദമല്ലേ അത് എന്ന് പറഞ്ഞ ബാമയും അതുപോലെ രാഘവേട്ടനും കൂടെ ഉമ്മറത്തേക്ക് പോയി നോക്കണേ. സംശയിച്ച പോലെ സുബൈർക്ക് തന്നെ. ഇതാരാ സുബൈറോ? കുറച്ചു ദിവസം ആയല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. സുബൈർക്ക് പറയും, ഓരോരോ തിരക്കായിരുന്നോ? രാഘവേട്ടൻ പറയും, അതറിയാലോ, വാ വാ കയറി ഇരിക്കേ. അയ്യോ, അതൊന്നും വേണ്ട, ഒരാളിപ്പോ എന്റെ കൂടെ വന്നിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും കാണാനാണ്, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ ഇരുട്ടിലേക്ക് നോക്കുമ്പോ വിഷ്ണു അങ്ങോട്ട് വരുന്നേ. ബാമറിയും വിഷ്ണുവിനെ കാണുമ്പോ തന്നെ രാഘവേട്ടന്റെ കണ്ണു നിറയും. എടാ മക്കളെ വാടാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റുമ്പോ ബാമറി നിക്ക്, ഒരു കള്ളനെ പോലെ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറി വരാൻ നാണില്ല നിനക്ക്. രാഘവേട്ടൻ ബാമേ. വിഷ്ണുവിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോ വല്ലാത്ത സങ്കടാവും. ബാമറിയും, എനിക്ക് കാണണ്ട നിന്നെ, ഇറങ്ങിപ്പോ. വിഷ്ണു കരഞ്ഞിട്ട് പറയും, ഞാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഈ വീട്ടുമുറ്റത്തേക്ക് വരുള്ളൂ എന്ന് തീരുമാനിച്ചതാ. പക്ഷേ എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം തോന്നി. ഇങ്ങനെ ബാമ പറഞ്ഞെങ്കിലും ബാമ കരയുന്നുണ്ട്. ബാമയ്ക്കും അച്ഛൻ എന്ത് പറ്റി? എന്റെ അറിവിലെ രാഘവേട്ടന് ഒരു കുഴപ്പമില്ല, ഇനി നീയായിട്ട് ഉണ്ടാക്കാതിരുന്നാ മതി. വിഷ്ണു പറയും, അതല്ല അച്ഛനെന്തോ കുഴപ്പമുണ്ട്. അത് കേൾക്കുമ്പോ ബാമയും രാഘവേട്ടനും നെട്ടും. രാഘവേട്ടൻ ചോദിക്കും, എടാ എനിക്കെന്ത് കുഴപ്പമുള്ളത്? അല്ല, കഴിഞ്ഞ ദിവസം രാത്രി വഴിയിൽ വെച്ച് അച്ഛനെ കണ്ടുമുട്ടിയത് ഓർമ്മയില്ലേ? പപ്പിയെ അച്ഛൻ രക്ഷപ്പെടുത്തിയ ദിവസം അന്ന് അച്ഛനോട് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ എങ്ങനെയാ അവിടെ എത്തിയതെന്ന്. രാഘവേട്ടൻ പറയും, എടാ അത് എനിക്കും അറിയാൻ പാടില്ലടാ, ആ സമയത്ത് ഞാൻ എങ്ങനെയാ അവിടെ എത്തിയതെന്ന്. ബാമയോടേക്കും അതെങ്ങനെയാവും ഞാൻ അവിടെ എത്തിയത്? ബാമ പറയും, എന്നോടാണോ ചോദിക്കുന്നത്? രാത്രി മുഴുവനും ഓടി നടന്നതിന് ശേഷം പാതിരാത്രി പപ്പിയെ കൂട്ടി നിങ്ങൾ കയറി വന്നപ്പോ ഞാൻ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിച്ചതല്ലേ? അല്ല ബാമ, അതെ. ബാമ പറയും, അപ്പോഴും നിങ്ങൾ കൃത്യമായിട്ടൊരു മറുപടി തന്നില്ലല്ലോ. അത് ബാമ ഞാൻ. വിഷ്ണു പറയും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. അച്ഛാ, നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം. അച്ഛനെ രാത്രിയൊക്കെ പുറത്തിങ്ങനെ ഇറങ്ങി നടക്കുന്നതേ ഓർമ്മക്കുറവുണ്ടാ. രാഘവേട്ടൻ പറയണ്ടാ, നീ പറയുന്ന പോലത്തെ അസുഖമൊന്നും എനിക്കില്ല, ചില സമയത്ത് പലതും ഓർക്കുന്നില്ല, അത്രയേ ഉള്ളൂ. വിഷ്ണു പറയും, അച്ഛാ അത് തന്നെയാ അച്ഛന്റെ പ്രശ്നം. ഇനിയിപ്പോ അത് കൂടി വരെയുള്ളൂ അച്ഛാ. ഇനിയിപ്പോ അഥവാ കൂടിക്കഴിഞ്ഞാ അച്ഛനെ തിരികെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്ന് ഒരു പേടി എനിക്ക്. അല്ലാതൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്നിങ്ങനെ പറയുമ്പോ വിഷ്ണുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോ ഭാമയ്ക്കും വലിയ ടെൻഷൻ ആവുന്നുണ്ട്. എന്നാലും ഭാമ അറിയോ, എന്നാലും നിന്റെ ഉപദേശത്തിന് നന്ദി. വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് ഇന്നത്തെ പോലെ ഇനി പോലീസിന് ഇവിടെ ഇറക്കി കയറ്റരുത് എന്ന് പറഞ്ഞ് കൈകൂപ്പി സംസാരിക്കുമ്പോ വിഷ്ണു സങ്കടത്തോടെ പറയും, മനസ്സിലായി, ഞാൻ പൊക്കോളാം. പക്ഷെ ഞാൻ നിരപരാധിയാ. എന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടേ ഞാനിനി എന്റെ അമ്മയുടെയും അച്ഛന്റെയും മുന്നിൽ വരൂ. അതുവരെ എന്നെ ശത്രുവായിട്ട് കാണാതെ ഞാൻ പറഞ്ഞ കാര്യത്തില് ഒരു തീരുമാനം ഉണ്ടാക്കണം. അച്ഛാ ഞാൻ പോവാ എന്ന് പറഞ്ഞ രാഘവേട്ടന്റെ കൈ പിടിക്കാനേ ഭാമയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും ഒരു അഹങ്കാരത്ത് തന്നെ എപ്പോഴും നിൽക്കുന്നത്. അങ്ങനെ വിഷ്ണു കരഞ്ഞോണ്ട്, സുബൈർക്ക പോവാം എന്ന് പറഞ്ഞ വിഷ്ണു ഇരുട്ടിലേക്ക് തന്നെ പോവും. എടാ മോനെ എന്നിങ്ങനെ രാഘവേട്ടൻ വിളിക്കുന്നുണ്ട്. ഭാമ ഇങ്ങനെ സങ്കടത്തിൽ നോക്കുകയാണെ. സുബൈർക്ക് പറയും, അവൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം എന്ന് പറഞ്ഞ സുബൈർക്കയെ അവിടുന്ന് പോകും. ഭാമ ഇങ്ങനെ വിഷ്ണു പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട്. രാഘവേട്ടൻ പറയും, ഭാമ നമ്മുടെ മോൻ. ഭാമ പറയും, രാവിലെ പോലീസ് ഇറങ്ങി കയറിയതിന്റെ ക്ഷീണം മാറിയിട്ടില്ല,
എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നിങ്ങനെ സങ്കടത്തിൽ പറഞ്ഞ ബാമ അകത്തേക്ക് പോവും. രാഘവേട്ടൻ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ആരും കേൾക്കുന്നില്ല. രാഘവേട്ടൻ ഈശ്വര എന്റെ മോൻ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടു കൂടി ആ വരാന്തയിലെ താഴെ ഇരുന്നിങ്ങനെ പൊട്ടിക്കരയാണേ. ബാമ അകത്ത് പോയി സങ്കടത്തിലും. ശേഷം പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിലാണ്. ശാലിനി ലീവിലാണെങ്കിലും ഫയലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോ ശ്യാമ വിളിക്കും. ഫോൺ എടുക്കുമ്പോ ശ്യാമ കരയണേ. ഹലോ കുഞ്ഞേച്ചി എന്ന് വിളിച്ചിട്ട്, എന്താ ശ്യാമേ നീ കരയാണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം കുഞ്ഞേച്ചി? എന്റെ ഈ സങ്കടങ്ങള് ഞാൻ എങ്ങനെയാ നിങ്ങളെന്ന് അറിയിക്കുക? എന്റെ സങ്കടം പറയാൻ എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരാ ഉള്ളത്? ശാലിനിക്കും എന്താ ക്ഷമയുണ്ടായത്? ഡേ നീ ഇങ്ങനെ നിന്ന് കരയാതെ കാര്യം പറ. ഞാൻ ഇനി എന്ത് പറയാനാ കുഞ്ഞേച്ചി? എന്റെ ജീവിതം നശിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മോളെ എന്ന് ശാലിനി വിളിക്കുമ്പോഴേക്കും ശ്യാമ കരഞ്ഞോണ്ട് പറയും, രോഹിത് ഇപ്പോ മറ്റാരും ആണ്. ഞാനും എന്റെ മോളും ഇപ്പൊ ഇവിടെ ഒരു അധികപ്പറ്റാണ്. മൂക്കിപ്പോ നല്ല പനിയാ. പക്ഷേ രോഹിത്തിന് പതൊന്നൊരു വിഷയമല്ല. ശാലിനി ഇങ്ങനെ ഇട്ടും, എന്നിട്ട് പപ്പിക്ക് മരുന്ന് വാങ്ങിച്ചില്ലേ? ശ്യാമ പറയും, മരുന്നൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഞാനും മോളും ഇപ്പൊ ഇവിടെ ഒരു അടിമയെ പോലെയാ കഴിയുന്നത്. വീട്ടിലെ വളർത്തുനായ്ക്കൾക്കൊക്കെ ഇതിലും കൂടുതൽ സ്നേഹം കിട്ടും. അത്ര പോലും പരിഗണന രോഹിത് ഞങ്ങക്ക് തരുന്നില്ല കുഞ്ഞേച്ചി. പിന്നെ എന്തിനാ കുഞ്ഞേച്ചി ഞാനിവിടെ നിൽക്കുന്നത്? ശാലിനി പറയും, മോളെ ശ്യാമേ, അവന്റെ മനസ്സിൽ കൂടിക്കിടക്കുന്ന ആ കറ കഴുകിക്കളയാതെ അവൻ നിന്നെയും പപ്പിയെയും മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങില്ല. കാരണം അത്രത്തോളം മുറിവ് അവന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അത് ജീവിതം മുന്നോട്ട് പോകുമ്പോ അല്പമായിട്ടേ കുറച്ചു കൊണ്ടുവരാൻ കഴിയൂ. അതും നിനക്ക് മാത്രമേ കഴിയൂ. അവന്റെ ദേഷ്യം നിന്നോടുള്ള സ്നേഹമാക്കി മാറ്റണം. അതിന് നീ ചിലപ്പോ ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വരും. നിന്റെ ജീവിതമാണല്ലോ എന്ന് കരുതി നീ നിന്നെ തന്നെ സ്വയം ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവണം. എന്നാലേ നീ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതം നിനക്ക് സ്വന്തമാക്കാൻ കഴിയും. ശ്യാമോറയും എല്ലാം സഹിക്കാനും പൊറുക്കാനും മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെയാ കുഞ്ഞേച്ചി ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ രോഹിത്തിന് ഞാനായി ഉണ്ടാക്കിയ മുറിവിന്റെ ആഴം എത്രയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരാൾക്ക് എത്രത്തോളം താഴാൻ കഴിയും? ഭൂമിയോളം. പക്ഷേ കുഞ്ഞേച്ചിയുടെ ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ? അത് അനുഭവിച്ചു തന്നെ അറിയണം. അഭയാർത്ഥികളോട് പോലും ഇതിലും വലിയ മര്യാദ കാണിക്കും. പക്ഷെ എന്റെ സങ്കടങ്ങളെ ഞാൻ പറഞ്ഞേ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയാ. കേൾക്കുമ്പോ ശാലിനിക്കും സങ്കടം വരുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയും, ഞാൻ ഫോൺ വെക്ക കുഞ്ഞേച്ചി എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യണേ. അപ്പോഴായിരിക്കും ശാരദാമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മേ, ശ്യാമ ഇപ്പൊ വിളിച്ചിരുന്നു. ശാരദാമ്മയ്ക്കും എന്താ അവള് പറയുന്നത്? ശാലിനി പറയും, അവള് പറഞ്ഞതിനേക്കാളും കൂടുതൽ കരയാണ് ചെയ്തത്. ശാരദാമ്മ പറയും, കുറച്ചു നാളായിട്ട് അവളത് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുകയാണല്ലോ. ശാലിനി പറയും, അവള് പറയുന്നതിലും കാര്യമില്ലേ അമ്മേ? ശാരദാമ്മയ്ക്കും എന്ത് കാര്യം? എല്ലാ കുടുംബങ്ങളിലും ഉണ്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ പലരും ഒരു പരിധിവരെ മനസ്സിന്റെ ധൈര്യം കൊണ്ട് നേരിട്ട് ഒതുക്കി തീർക്കാണ് ചെയ്യുന്നത്. പക്ഷെ ക്ഷാമ കാണിക്കുന്നത് നേരെ തിരിച്ചാണ്. നമ്മളാണ് എല്ലാം വരുത്തി വെച്ചതെന്ന് പറഞ്ഞ് നമ്മളെ മാനസികമായും ശാരീരികമായും വേദനിപ്പിക്കുക, കുറ്റപ്പെടുത്തുക. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവളെ ഉപദ്രവിക്കാനല്ലല്ലോ, അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. പക്ഷേ അവളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാ ഇവിടുത്തെ പ്രശ്നം. ശാലിനി പറയും, അമ്മ അവളെ അങ്ങോട്ട് പറഞ്ഞു വിടണ്ടായിരുന്നു എന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അവളവിടെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അമ്മ കഴിയുന്നത്. അമ്മയും ഇതുപോലൊരു സിറ്റുവേഷനിലൂടെ തന്നെയല്ലേ ജീവിച്ചു പോകുന്നത്. ഞങ്ങളൊക്കെ വളർത്തിയതും അങ്ങനെ തന്നെയല്ലേ? ശാരദ പറയും, മോളെ നീ മനസ്സിലാക്കാൻ വേണ്ടി അമ്മ എന്ന് പറയട്ടെ. ശാരദയല്ല ശ്യാമ. ശാരദ 3 പെൺകുട്ടികളെയും കൊണ്ട് വിധിയെ വെല്ലുവിളിച്ച് ജീവിച്ചത് ശാരദയ്ക്ക് ഒരു തൊഴിൽ അറിയാവുന്നത് കൊണ്ടാ. ആരെയും ഭയക്കാതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞതും ആ ഒരൊറ്റ കാരണം കൊണ്ടാ. എന്നാ ശ്യാമയ്ക്ക് എന്തറിയാം? അവൾ അവളുടെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ കിടന്ന് കരയല്ലാതെ മറ്റെന്താ അവള് ചെയ്യുന്നത്? അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാകണം. ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള മനസ്സുണ്ടാകണം. അത് അനുഭവത്തിൽ കൂടെ മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. അതിനുള്ള ഏക മാർഗം നിലവിലുള്ള സാഹചര്യം നേരിടാന്നുള്ളതാണ്. ഒറ്റയ്ക്ക് നേരിടട്ടെ എന്നും എപ്പോഴും അവളുടെ സഹായത്തിന് നീയും ഞാനും ഒപ്പം ഉണ്ടാവണമെന്നുണ്ടോ? പഠിക്കട്ടെ, കഷ്ടപ്പാട് എന്താണെന്നും അത് ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നൊക്കെ അവൾ അറിയട്ടെ. അതുവരെ അവളുടെ കരച്ചിലെ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാം. അത് അവളോട് സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്നേഹ കൂടുതൽ കൊണ്ടാ എന്ന് പറഞ്ഞ് ശാരദാമ്മ പോകുമ്പോ ശാലിനി വിചാരിക്കും, ശരിയാ ഇതൊരു പഠനം തന്നെയാ, പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത അറിവ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസം സത്യമ്മയുടെ വീട്ടിലെ ശാന്തേച്ചിയും പൊന്നിയും ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പൊന്നി പറയും, ശാന്തേച്ചി വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓർഡറുകളൊക്കെ എടുത്തു തുടങ്ങിയത്. നമ്മളിപ്പോ ചെയ്തു കൊടുക്കുന്നിടത്തുനിന്നൊക്കെ ഇനിയും നമുക്ക് ഓർഡർ കിട്ടും. മാസത്തിൽ 1-2 പരിപാടികൾ ഇങ്ങനെ കിട്ടിയാലേ കാര്യങ്ങൾ നടന്നു പോകും. ബാമറിയും, ഈ ഓർഡറൊക്കെ നൂർജഹാന്റെയാ, ഇത് അവരുടെ കൂട്ടുകാരി വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസാ. നമുക്ക് വേണ്ടി ആ കൊച്ചു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ശാന്തേച്ചി പറയും, ശരിയാ അതിനല്ലെങ്കിലും നമ്മളോടൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ കേരള സ്റ്റൈല് പാചകം പഠിക്കാന്നാ പറഞ്ഞേ, എന്നോടെല്ലാം ചോദിക്കുന്നുണ്ട്. പൊന്നി പറയും, നൂറിനല്ലെങ്കിലും ബിരിയാണിയോട് ഒന്നും വലിയ താല്പര്യമില്ല. പപ്പടവും സദ്യയൊക്കെയുള്ള ഒരു കല്യാണത്തിനാണെങ്കിലേ വിളിക്കണമെന്നില്ല, ക്ഷണിക്കാതെ തന്നെ ആള് വരാൻ റെഡിയാ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സ്കൂട്ടിയില് നൂർജഹാൻ അങ്ങോട്ട് വരുന്നത്. ബാമറിയും, ആ കൊച്ചിന് എല്ലാ മതങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും, സത്യമേ ഇത് ആരുടെ കുറ്റ പറഞ്ഞോണ്ടിരിക്കുന്നേ എന്ന് വെച്ച് നൂർജഹാൻ അങ്ങോട്ട് വരുന്നത്. കണ്ടിന്യൂ ഞാനും കൂടെ കേൾക്കട്ടെ. പൊന്നി പറയും, ഞങ്ങൾക്കറിയാവുന്ന ഒരു പെൺകൊച്ചിനെ കുറിച്ചാ, ആള് വലിയ സഹായിയാണെന്ന് പറയായിരുന്നു. അപ്പോഴാ ശാന്തിച്ചി പറയുന്നത് അടപ്രഥമന്റെയും പരിപ്പായസത്തിന്റെ ഒക്കെ കൂട്ട് ചോദിച്ചു. അപ്പൊ തന്നെ നൂറിന് കാര്യം മനസ്സിലാവും. ഇനി ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും യൂണിറ്റ് തുടങ്ങാൻ പദ്ധതി ഉണ്ടോന്നാവോ? അപ്പൊ നൂറ് പറയും, അത് ശരി,
അപ്പൊ ആരോപണങ്ങൾ എനിക്കെതിരാണല്ലേ? അങ്ങനെ നൂറ് അവരോട് ഇങ്ങനെ കുശലങ്ങളൊക്കെ സംസാരിക്കണേ. പിന്നെ സത്യാമ്മയെ നാളെ 10 മണിക്ക് അവര് വണ്ടി കൊടുത്തയക്കും, അതിലകത്ത് എല്ലാം കയറ്റി വിടണേ. എല്ലാം ശാന്തയേറ്റോ, 9 മണിക്ക് ശാന്ത ഇതൊക്കെ തയ്യാറാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു കാറ് വരുന്നത്. നൂർജഹാനെ കെട്ടാൻ പോകുന്ന ആ ചെക്കനില്ലേ, അയാളാണ്. ദേഷ്യത്തിൽ ഇറങ്ങി വന്നേ നൂർജഹാന്റെ സ്കൂട്ടിയിലിട്ടൊരു തട്ടും. എടി നൂർജഹാനെ എന്ന് ഉച്ചത്തിൽ അങ്ങ് വിളിക്കും. എടി ഇറങ്ങി വാടി ഇങ്ങോട്ട്. ഇത് കേൾക്കുമ്പോ നൂർജഹാൻ ആകെ വല്ലാതാവുന്നുണ്ട്. എല്ലാവരും ഞെട്ടിലോടെ നിക്ക. അസർക്ക എന്നിങ്ങനെ നൂറ് പറയും. ബാമ പറയും, മോളെ ആരോ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ടല്ലോ. അസറാണെങ്കിൽ അവിടെ നിന്നിട്ട് എടി ഇറങ്ങി വാടി എന്നിങ്ങനെ ദേഷ്യത്തോടു കൂടെ മോശം രീതിയിൽ വിളിക്കണേ. അങ്ങനെ ബാമയും നൂറും അങ്ങോട്ട് ചെല്ലണേ. ബാമയ്ക്കും ആരാ എന്താ വേണ്ടത്? അപ്പൊ അയാൾ പറയും, അത് ഞാൻ ഇവളോട് പറഞ്ഞോളാം, ഇറങ്ങി വാടി ഇങ്ങോട്ട്. അപ്പൊ നൂർജഹാൻ പുറത്തേക്ക് വരുമ്പോ അയാൾ പറയും, ഇത് വാടകയ്ക്ക് എടുത്ത വീടല്ലേ, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കയറി നടക്കുന്നത്? ചോദിച്ചു കേട്ടില്ലടി, എന്തിനാണ് ഇവിടെ വന്നത്? ഇത് കേൾക്കുമ്പോ ബാമ ഇതെന്ത് കഥ എന്ന് വിചാരിച്ച് നോക്കണേ. അപ്പോഴേക്ക് പൊന്നിയും ശാന്തിച്ചൊക്കെ അങ്ങോട്ട് വരും. നൂറ് പറയും, ഞാൻ സത്യാമ്മയെ കാണാനായിട്ട് വന്നതാ. ഓ, സത്യാമ്മയെ കാണാനോ അതോ സത്യാമ്മയുടെ മകനെ കാണാനോ? അപ്പോഴേക്കും അങ്ങോട്ട് പുറത്തുനിന്ന് പിള്ളച്ചേട്ടനും വരുന്നുണ്ട്. എടി നീ കാണാൻ വന്നവനെ ഇപ്പൊ സ്പിരിറ്റ് കേഴ്സിലെ ഒളിവിലാണേ. കള്ളും കഞ്ചാവും വിറ്റ് നടക്കുന്നവന്റെ പിന്നാലെ എന്തിനാടി വന്നത്? നൂറ് പറയും, വിഷ്ണുവേട്ടന് കള്ളും കഞ്ചാവും വിറ്റ് നടക്കുന്നുണ്ടെന്ന് അസർക്കയോട് ആരാ പറഞ്ഞത്? വിഷ്ണുവേട്ടനെ ചതിച്ചതാ, മനഃപൂർവ്വം ചതിച്ചതാ. അപ്പൊ അയാൾ പറയും, ഓ അത് ശരി, അവനെ പറഞ്ഞപ്പോ നിനക്ക് പെട്ടെന്ന് കയറി നൊന്തല്ലേ? ഇവിടെ കൊണ്ട് നിർത്തിക്കൊള്ളണം ഈ വീടും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം. അപ്പൊ നൂറ് പറയും, അത് നസീർക്കല്ല തീരുമാനിക്കേണ്ടത്, എന്റെ ബാപ്പച്ചിയാ. എന്റെ ബാപ്പച്ചിക്ക് കുഴപ്പമില്ലല്ലോ ഞാനിവിടെ വരുന്നത്. അപ്പൊ അയാൾ പറയും, ഞാനേ നിന്നെ നിക്കാഹ് ചെയ്യാൻ പോകുന്നവനാ, എനിക്കിഷ്ടല്ല നീ അവനെ കുറിച്ച് പറയുന്നതും ഈ വീട്ടിലേക്ക് വരുന്നതും. നൂറ് പറയും, നിക്കാഹ് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ, ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അത് ചെയ്തു കഴിഞ്ഞു മതി ഈ ഭരണമൊക്കെ. ചെയ്യണോ വേണ്ടോന്നൊക്കെ എന്റെ ബാപ്പച്ചി തീരുമാനിക്കും. ആ തീരുമാനം ബാപ്പച്ചി പറയട്ടെ, എന്നിട്ട് മതി അധികാരം കാണിക്കലും അവകാശം സ്ഥാപിക്കലും. അതിലെ നസീറിന് ദേഷ്യം വരും. തർക്കുത്തരം പറയുന്നോടി എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് അടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഡാ എന്ന് വിളിച്ചുകൊണ്ട് ബാമ നൂറിനെ അവിടുന്ന് മാറ്റും. ഇതൊക്കെ നിന്റെ വീട്ടിൽ മതി, ഇത് ഞാൻ വാടകയ്ക്ക് സുബൈറിനോട് എടുത്ത വീടാ. ഈ വീട്ടിൽ ആരൊക്കെ വരണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വാടക ഒഴിയുന്നത് വരെ എനിക്കുണ്ട്. കൂടുതലൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അപ്പോ നസീർ പറയും, ഇവളെന്റെ ബീവി ആവാൻ പോകുന്നവളാ, ഇവളെ ഞാൻ തല്ലും, ചിലപ്പോ ഇവിടെ ഇട്ട് ചവിട്ടിന്നും വരും. കാണാൻ മനസ്സുള്ളവർ കണ്ടാ മതി, അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം, കാരണം ഇത് എനിക്കിവിടെ അവകാശപ്പെട്ട വീടാ, ഇറങ്ങേണ്ടി വരും. ബാമറയും, ഞങ്ങളെ ജീവിതകാലം മുഴുവനും ഈ വീട്ടിൽ താമസിക്കാൻ വേണ്ടി വന്നവരല്ല, താമസിക്കുന്നത് വരെ കൃത്യമായി വാടക കൊടുക്കുകയും ചെയ്യും. പിന്നെ മോനെ ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിടാനുള്ള ഒരു അധികാരവും ഇല്ല എന്ന് പറഞ്ഞ ബാമയുടെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കണേ. ഇപ്പോ ഇത് കേട്ട് നസീറിനൊന്നും പറയാനില്ല. അങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്.